വിശ്വാസത്തിന് വേണ്ടി പോരാട്ടം കഴിക്കണമെന്ന് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിച്ചെഴുതുവാൻ നിർബന്ധിതനായി എന്നാണ് വേറെ ഒരു ട്രാൻസ്ലേഷൻ. ഞാൻ നിർബന്ധിതനായി. ഞാൻ എന്തുകൊണ്ടാ വിശ്വാസത്തിന് വേണ്ടി പോരാട്ടം കഴിക്കണമെന്ന് നിങ്ങളെ പ്രബോധിപ്പിക്കാൻ നിർബന്ധിതനായത്? നിർബന്ധിതനായതിൻ്റെ കാരണം അദ്ദേഹം രേഖപ്പെടുത്തിയത് ഇങ്ങനെയാണ്: ദൈവത്തിൻ്റെ കൃപയെ ദുഷ്കാമവൃത്തിക്ക് ഹേതുവാക്കി ഏകനാഥനും കർത്താവുമായ യേശുക്രിസ്തുവിനെ തള്ളിക്കളയുന്ന അഭക്തരായ ചില മനുഷ്യർ നുഴഞ്ഞു വന്നിരിക്കുന്നു. അതാ അതിൻ്റെ കാരണം. ഈ ഒരു പശ്ചാത്തലത്തിൽ നിന്നാണ് കർത്താവിൻ്റെ ആത്മാവ് ഈ ആലോചന നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. കൃപ എന്ന പദമാണ് വാസ്തവത്തിൽ ഇപ്പോൾ പാപം ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത്. ആ പഠിപ്പിക്കല. ഇന്നലകളും ഇന്നും നാളെയും എല്ലാം കർത്താവ് ക്ഷമിച്ചത് കൊണ്ട് പാപം ചെയ്താലും സാരമില്ല. വേഗത്തിൽ യുവത്വം തകർക്കപ്പെടുകയവിടെ. പാപം ചെയ്യുന്നതിനെ ഗൗരവമായി കാണാൻ കഴിയാത്ത തരത്തിൽ പാപം ചെയ്യുന്നതിനെ പ്രോത്സാഹിപ്പിക്കത്തക്ക തരത്തിലുള്ള ഒരാലോചനകളിലേക്ക് ജനം നയിക്കപ്പെടുകയാണ്. യൂദായുടെ ലേഖനത്തിലും ഇതേ പശ്ചാത്തലമാണ്. ദൈവത്തിന്റെ കൃപയെ ദുഷ്കാമവൃത്തിക്ക് ഹേതുവാക്കുന്ന ഏകനാഥനും കർത്താവുമായ യേശുക്രിസ്തുവിനെ തള്ളിക്കളയുന്ന അഭക്തരായ ചില മനുഷ്യർ. എന്താ അതിന്റെ പഠിപ്പിക്കൽ? വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ നിയമം വ്യഭിചാരത്തിൽ മുഴുകിയവളെ ബന്ധിച്ചു. നിയമം അവളെ ബന്ധിച്ചിട്ട് നേരെ യേശുക്രിസ്തുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു. നിയമം പറഞ്ഞവളെ കല്ലെറിഞ്ഞു കൊല്ലണം. യേശുക്രിസ്തു പറഞ്ഞു, നിങ്ങളിൽ പാപം ചെയ്യാത്തവൻ ആദ്യം അവളെ കല്ലെറിയട്ടെ. ആരും കല്ലെറിഞ്ഞില്ല. യേശുവിന്റെ വാക്ക്, സ്ത്രീയെ ആരും നിന്നെ ശിക്ഷ വിധിച്ചില്ലല്ലോ, ഞാനും നിന്നെ വിധിക്കുന്നില്ല. പകരപ്പെടുന്ന ഒരു സന്ദേശം എന്താണെന്നറിയാമോ? നിയമം ബന്ധിച്ചവളെ കൃപ സ്വതന്ത്രമാക്കി. നിയമം കൊല്ലണമെന്ന് വിധി എഴുതിയവളെ കൃപ സ്വതന്ത്രമാക്കി. നിയമമാണ് നിന്നെ കൊല്ലാൻ നിൽക്കുന്നത്, കൃപ സ്വതന്ത്രമാക്കുന്നതാ. ഇപ്പൊ നീ കൃപയുടെ ചാരത്താണ്, സ്വാതന്ത്ര്യം തരുന്ന കൃപയുടെ ചാരത്ത്.